ഹലോ മൈ ഡിയേഴ്സ്, ഐ ആം ഹിയർ ദിവ്യ സച്ച്. നിങ്ങളൊരു വലിയ തോൽവിയാണോ? ഞാനൊരു പരാജയമാണ്, എനിക്ക് വയ്യ അല്ലേ, ഞാൻ എന്താ ഇങ്ങനെ, എൻ്റെ ജീവിതത്തിൽ എന്നും തോൽവികളാണല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കാറുണ്ടോ? നിങ്ങളെ പരാജയം കേട്ട് നിങ്ങളുടെ മനസ്സ്, നമ്മളങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽപ്പുണ്ടോ? അത് നമ്മളെ വല്ലാണ്ടങ്ങ് ഇല്ലാണ്ടാക്കുന്നൊരു ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തുമല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുഖം മൂടികൾ ഇടാൻ തയ്യാറാകും. നമ്മൾ ഒളിച്ചോടാൻ ശ്രമിക്കുമല്ലേ. നമ്മുടെ കുറേ ഗുണങ്ങളൊക്കെ മറന്ന് നമ്മുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കും. അത് ശരിയാണോ? ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാം. ഞാൻ ഒരു പരാജയമാണോ എന്ന് നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും അറിയാവുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ നിങ്ങളിലേക്ക് അടുപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളും ഗുണങ്ങളൊക്കെ തിരിച്ചറിയാനും സാധിക്കും. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് മതി, ഞാനൊരു കംഫർട്ട് സോണിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും യൂഷ്വലി സാധാരണ ആൾക്കാർ ചെയ്യുന്നത് അറിയാമോ? അവിടെ തൊട്ട് താഴെ തട്ട് നിൽക്കുന്ന ആൾക്കാരെ നോക്കും. അവിടെ ഉയർന്നട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്കുമ്പോഴാണല്ലോ ഞാനൊരു പരാജയമാണ്, ഞാനൊരു തോൽവിയാണെന്ന് സ്വയം തോന്നുന്നത്. അപ്പോൾ താഴെ തട്ടി നിൽക്കുന്ന ആളിനെ കാണുമ്പോൾ വിചാരിക്കുന്ന എന്താണ്? അവരേക്കാൾ ഞാൻ എന്തോ മികച്ചതാണ്, ഞാൻ ഇത് വെച്ച് നോക്കുമ്പോൾ ഞാനെന്ത് മിടുക്കനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? അത് ശരിയല്ല. ആ ഒരു കമ്പാരിസണും ശരിയല്ല. ഇനി നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആളിനെ കാണുമ്പോൾ അവർക്ക് ഇത്രയൊക്കെ ഉയരങ്ങളിൽ എത്താൻ സാധിച്ചോ, ഇത്രയൊക്കെ ആയോ അവർ, അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഏറ്റവും ഉയരങ്ങൾ നിൽക്കുന്ന ആളിനെ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുക. എനിക്കും അത്, അവർക്ക് അത്രയൊക്കെ ആകാൻ സാധിച്ചെങ്കിൽ എനിക്ക് അതിന് മേൽ, അതിൽ കാട്ടി മികച്ചതാവാൻ എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ടും കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്വയം നിങ്ങൾ ആത്മവിശ്വാസം ഉണ്ടാക്കി നിങ്ങളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരുടെ ഒപ്പം എത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ താഴെത്തട്ടിൽ നിൽക്കുന്ന അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മികച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ, അവരെ കൂടി നിങ്ങളോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നല്ല ഒരു വ്യക്തിയാണ്, ഞാൻ നല്ലതാണ്, ഞാൻ ശ്രേഷ്ഠമായതാണ് എന്ന് സ്വയം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. ഈ രണ്ട് തരത്തിലുള്ള കമ്പാരിസൺസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ആളിനെയും നമുക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന ആളിനെയും, നമുക്കും ഇതെല്ലാം സാധിക്കും. ഈ പരാജയം എനിക്ക് മാത്രം ഉള്ളതല്ല. ജീവിതത്തിൽ വിജയത്തിന് തൊട്ട് മുൻപ് പരാജയവും തോൽവിയൊക്കെ ഉണ്ടാകും. ഒരുപാട് കുന്നും കുഴികളും ഒക്കെ കടന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല വഴികളിൽ എത്തുന്നതെന്ന് പറയാറില്ലേ. നമ്മൾ മല കയറി പോകുന്നത് ഒരുപാട് ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മൾ മലയിലൊക്കെ പോകുന്നത് പറഞ്ഞിട്ടില്ലേ. പല യാത്രകളും തീർത്ഥയാത്രകളൊക്കെ പോകുന്നത് അങ്ങനെയുള്ള വഴികളിലാണ്. ആ വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു തോൽവിയാണ്, ഞാനൊരു പരാജയമാണ് വിചാരം നിങ്ങൾക്കുണ്ടാവാനേ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ യുണീക്കാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ കഴിവിനെ നമ്മൾ കണ്ടെത്തുക. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നോക്കുക. പലരും നമ്മളെ എന്താണ്, നമ്മൾ മോശമാണ്, നമ്മൾ തോൽവിയാണ്, ഇത് എന്തിനാണ്. നിങ്ങൾ ആ വാഴ മൂവിയൊക്കെ കണ്ടു കാണും. അതിനകത്ത് കുറേ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, അവർ ലൈഫിൽ എങ്ങും എത്താതെയല്ലേ എന്തൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ പഠിച്ചു. ആ ഒരു മൂവിയിൽ നിന്ന് കിട്ടുന്ന തീം അതാണ്. നമുക്ക് സ്വയം നമ്മൾ പരാജയപ്പെടാതെ, തോൽവി സമ്മതിക്കാതെ, എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളാകും, സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് സിസ്റ്റം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിനെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ചതാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഞാനും ഈ ഭൂമിയിലെ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്, എന്നെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സ്വയം ആത്മവിശ്വാസം പറയുമ്പോൾ നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് തുറന്നു നോക്കുമ്പോൾ ഇത്രയും സൗഭാഗ്യങ്ങൾ എനിക്കുണ്ടായിരുന്നുവോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെയും നിങ്ങളുടെ ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉയരുന്നതിനോടൊപ്പം ഉയരാതെ, ഇതൊന്നും അറിയാതെ താഴെ തട്ടി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഉയർത്തി കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം. അതോടൊപ്പം മുകളിൽ നിൽക്കുന്നവരോടൊപ്പം അതിൻ്റെന്ന് ഒരുപടി മുകളിലെത്താൻ എനിക്ക് കഴിയും, ഞാൻ എത്തും എന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം.
അപ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസം നിറഞ്ഞ നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കാം. ന്യൂ ഇയർ വരുമ്പോൾ ഒരുപാട് റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. ആ റെസൊല്യൂഷൻ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ മാറ്റാതെ നമ്മുടെ 2025 എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തന്നെ കറക്റ്റ് തീരുമാനിച്ച് വെക്കേണ്ടതാണ്. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. യു ആർ ദ ഓഥർ ഓഫ് യുവർ ഓൺ ലൈഫ്. ഓക്കെ, താങ്ക് യു മൈ ഡിയേഴ്സ്. I am your Divya Sajid from Divo's Happiness Hub.